നമസ്കാരം. മറ്റൊരു വാർത്തയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിയാണ്. താരസംഘടന അമ്മ കഴിഞ്ഞ ദിവസം ജനറൽ ബോഡി ചേർന്ന് നിലവിലെ കമ്മിറ്റി, താൽക്കാലിക കമ്മിറ്റി അവസാനിപ്പിച്ചുകൊണ്ട് ഇലക്ഷൻ നേരിടാൻ തീരുമാനിച്ചിരുന്നു. മോഹൻലാൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൂടിയാണ് ഇലക്ഷൻ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അന്നവിടെ പ്രഖ്യാപിച്ചു 3 മാസത്തിനുള്ളിൽ ഇലക്ഷൻ എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോൾ ഇലക്ഷൻ എന്നാണെന്ന് ഉള്ള വിവരവും അതിൻ്റെ സൂചനയും ലഭിച്ച അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത്. നിലവിൽ താരസംഘടന അമ്മയുടെ താൽക്കാലിക കമ്മിറ്റി ഇന്ന് യോഗം ചേർന്നു, എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു. രാവിലെ 11 മണിക്കായിരുന്നു അമ്മയുടെ ആസ്ഥാനത്തിൽ യോഗം ചേർന്നത്. 9ഓളം പേര് യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ബാക്കി പങ്കെടുക്കാത്തവർ ഓൺലൈനായിട്ട്, മോഹൻലാൽ ഉൾപ്പെടെ ഉള്ളവർ ഓൺലൈനായിട്ട് യോഗത്തിൽ പങ്കെടുത്തു. ഈ യോഗത്തിൽ അഡ്വക്കേറ്റുമാർ, ഇതിൻ്റെ ചുമതലയുള്ള ഇപ്പം നിലവിൽ അഡ്വക്കേറ്റ് ഒക്കെ ചേർന്നാണ് ഇനി ഈ കമ്മിറ്റി മുന്നോട്ട് പോകേണ്ട, ഈ ഇലക്ഷൻ വരെ മുന്നോട്ട് പോകേണ്ട. അവരെല്ലാവരും ചേർന്ന് യോഗം ചേരുകയുണ്ടായി. ഇപ്പോൾ എടുത്ത തീരുമാനം ഓഗസ്റ്റ് ആദ്യവാരം എന്ന നിലയിലേക്ക് പോകുന്നു. ഓഗസ്റ്റ് മാസം ആദ്യ ആഴ്ചയിൽ ഇലക്ഷൻ നടത്താൻ തീരുമാനമായിരിക്കുന്നു. കാരണം ലാലേട്ടൻ്റെ അങ്ങനെ കുറേ ആളുകളുടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് അത് കൃത്യമായി ഓഗസ്റ്റ് ആദ്യവാരം ഡേറ്റ് കൺഫേം ആയി വെച്ചിട്ടുണ്ട്. എന്നാൽ ഓഗസ്റ്റ് ആദ്യവാരം എന്ന നിലയിലേക്ക് ഇപ്പോൾ നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ കമ്മിറ്റി എടുത്ത തീരുമാനം. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഒന്നാണ്. ഇലക്ഷൻ 3 മാസം എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞിട്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലൊക്കെ നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ അത്രയും പോകുന്നില്ല. അതിന് മുമ്പ് തന്നെ ഇലക്ഷൻ നടത്താമെന്നൊരു തീരുമാനം, എത്രയും പെട്ടെന്ന് ഭരണസമിതി വരണം എന്നൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. ആ ഒരു തീരുമാനം ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ അഡോക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ എല്ലാം തൽക്കാലമായി ഈ ചുമതല ഈ ഇലക്ഷൻ വരെ നടന്നു പോകും. അതിന് മുഖ്യ നേതൃത്വം ബാബുരാജിനെ ഏൽപ്പിച്ചു. ബാബുരാജ് ആയിരിക്കും അതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുക എന്നാണ് കിട്ടുന്നത്. നിലവിൽ വാട്സാപ്പ് ഗ്രൂപ്പ്, അഡോക് കമ്മിറ്റിയുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് പിരിച്ചുവിടാൻ തീരുമാനമായി. കാരണം ഒരു ഇലക്ഷനിലേക്ക് പോയപ്പോൾ അഡ്വക്കേറ്റാണ്, ഇന്ന് പ്രഖ്യാപനം വരുമ്പോൾ അഡ്വക്കേറ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾ. മനോജ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രിസൈഡിംഗ് ഓഫീസറായി വരുന്നത്. അദ്ദേഹമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പ് പിരിച്ചുവിട്ടിരിക്കുന്നു. ഇനി ആ വാട്സാപ്പിൽ അത്ര ചർച്ചകളൊന്നുമില്ല. ഇനി ഈ അഡ്വക്കേറ്റാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് തീരുമാനമെടുത്തു. മറ്റ് സംഘടനയിൽ, ഈ സിനിമാ സംഘടനയിൽ മറ്റ് സംഘടനയിലുള്ള ആളുകൾ ഈ അമ്മ സംഘടനയുടെ ഭാരവാഹിയെ മത്സരിക്കാൻ കഴിയില്ല. അത് ബൈലോ പ്രകാരം അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണയൊക്കെ മറ്റ് സംഘടനകൾ ഉണ്ടായിരുന്ന ഭാരവാഹി ആയിരുന്നു. പക്ഷേ ഇനി അത്തരം ഒരു മത്സരം പാടില്ല എന്ന് ബൈലോ പ്രകാരമുള്ളൊരു തീരുമാനമാണ്. മറ്റ് സംഘടനയിലെ ഭാരവാഹിയായിരിക്കും, മെമ്പർമാർക്കല്ല, ഭാരവാഹിയായിരിക്കുന്നവർക്ക് ഈ സംഘടന, താരസംഘടന അമ്മയിലെ ഭാരവാഹിയായി മത്സരിക്കാൻ കഴിയില്ല എന്നൊരു തീരുമാനം ഇന്ന് നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന വിവരം ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കമ്മിറ്റി, നിലവിലുള്ള കമ്മിറ്റിക്ക് ഇനി ഒരു കാര്യങ്ങളും, താരസംഘടന അമ്മയുടെ ഒരു കാര്യങ്ങളും നടത്താനുള്ള അധികാരമില്ല. അധികാരം ഇന്നത്തോടു കൂടി അവസാനിച്ചിരിക്കുന്നു. ഇനി ഇലക്ഷനിലേക്കുള്ള പ്രക്രിയയിലേക്ക് മാത്രമാണ് പോകേണ്ടത്. ഈ ഇലക്ഷൻ്റെ റിട്ടേണിംഗ് ഓഫീസറായി 2 പേരാണ്. കാലാകാലമായിട്ട് ഇവർ 2 പേരാണ് കുറേ നാളുകളായിട്ട് വന്നുകൊണ്ടിരുന്നത്. നടനായ കുഞ്ചനും അതോടൊപ്പം തന്നെ പൂജപ്പര രാധാകൃഷ്ണൻ ചേട്ടനും. ഇവർ 2 പേരാണ് റിട്ടേണിംഗ് ഓഫീസറായി വരുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പ്രിസൈഡിംഗ് ഓഫീസറായി അഡ്വക്കേറ്റ് മനോജിൻ്റെ നേതൃത്വമുള്ള ആളുകളാണ് വരുന്നത്. ഇന്ന് കണക്കുകളെല്ലാം കൃത്യമായി ഇനി അഡ്വക്കേറ്റിൻ്റെ കൈകളിലേക്ക് കൈമാറി അക്കൗണ്ടൻ്റ് ഉൾപ്പെടെ എത്തി എന്താണ് കണക്ക് മൊത്തം അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഈ കമ്മിറ്റി, നിലവിൽ താൽക്കാലിക കമ്മിറ്റിയുടെ പ്രവർത്തനം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ലാലേട്ടൻ ഉൾപ്പെടെ ഉള്ളവർ, അവിടെ എത്താത്ത ലാലേട്ടൻ ഉൾപ്പെടെ ഉള്ളവർ ഓൺലൈനിൽ പങ്കെടുത്തുകൊണ്ടാണ് യോഗം അവസാനിപ്പിച്ചത്. നീണ്ടു നിന്ന ഒരു യോഗമായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഈ ഇലക്ഷൻ പ്രക്രിയ ഇപ്രകാരമാണ്. ഈ 4-ാം തീയതി അംഗങ്ങൾക്ക് നോട്ടീസ് നൽകും. ഇലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഡേറ്റ് വെച്ചുകൊണ്ട് ഓഗസ്റ്റ് ആദ്യവാരം തന്നെയാണ് ഇലക്ഷൻ. ഒരു സൺഡേ ആകാനാണ് സാധ്യത. ഓഗസ്റ്റ് ആദ്യം സൺഡേ ആകാനാണ് സാധ്യത എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണ് സൂചന. ഇനി എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ ഇന്ന് നാളെയുമായിട്ട് തീരും. ആദ്യ ആഴ്ച തന്നെ എന്നുള്ള രീതിയിലേക്ക് തന്നെ പോകുന്നു. ഇലക്ഷൻ നടത്തേണ്ട പ്രക്രിയ ഇപ്രകാരമാണ്. 4-ാം തീയതി, അടുത്ത മാസം 4-ാം തീയതി അംഗങ്ങൾക്ക് കത്തയക്കും. ഇലക്ഷൻ തീരുമാനിച്ച് ഡേറ്റ് വെച്ച് കത്തയക്കും. അത് മിനിമം ദിവസം 21, കത്ത് അയച്ച ഡേറ്റ് 21 ദിവസമാണ് മിനിമം ദിവസം. 21 ദിവസത്തിൽ ഇലക്ഷൻ പ്രക്രിയ നടക്കണമെന്നാണ്. അത് മിനിമമാണ്. ചിലപ്പോൾ അത് കുറച്ച് ദിവസങ്ങൾ നീളാം. ആഗസ്റ്റ് വരെ കുറച്ച് ദിവസം നീണ്ടുപോകാനൊരു സാധ്യതയുണ്ട്. 7 ദിവസം, അതിൽ 7 ദിവസം പത്രിക കൊടുക്കേണ്ട ദിവസമാണ്. ഈ 21 ദിവസം എന്ന് പറയുന്ന മിനിമം ദിവസം, 7 ദിവസം പത്രിക നൽകാനുള്ള ദിവസം. പിന്നീട് അത് കഴിഞ്ഞിട്ട് 7 ദിവസം കഴിയുമ്പം ഇതിൻ്റെ സൂക്ഷ്മ പരിശോധന നടത്തും. അസാധുവാക്കുന്ന കാര്യങ്ങളൊക്കെ, അപ്പോൾ ഒപ്പില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ആ പത്രിക തള്ളിപ്പോകുന്ന നിലയിലേക്കും. അതിനുശേഷം 7 ദിവസം, ആ 7 ദിവസത്തിൽ പിൻവലിക്കേണ്ട ദിവസമാണ്.
ആദ്യം 7 ദിവസം പത്രിക നൽകും. ആ പത്രിക നൽകിയിട്ട് 7-ാം ദിവസം സൂക്ഷ്മ റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെ സൂക്ഷ്മ പരിശോധന നടത്തും. അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളില്ല ആ പത്രിക തള്ളിപ്പോവും. പിന്നീട് 7 ദിവസം കൊടുത്ത് 7 ദിവസം പിൻവലിക്കേണ്ടത് ഡമ്മിയായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് ചില ആൾക്കാർ മത്സരിക്കാൻ വരും. ലാസ്റ്റ് ഒത്തീർപ്പായിട്ട് മത്സരത്തിൽ മാറുന്ന ഒരു സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അവർ പിൻവലിക്കാനുള്ള 7 ദിവസം. അതിനുശേഷം ആരൊക്കെയാണ് മത്സരരംഗത്ത് ഉണ്ടാകുന്നതെന്ന് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചത്. ഇന്നു മുതൽ വാട്സാപ്പ് ഗ്രൂപ്പ് പിരിച്ചുവിട്ടോടെ ഇന്നു മുതൽ അമ്മയുടെ യൂട്യൂബ് ചാനലാണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും സോഷ്യൽ മീഡിയ പേജുകളൊന്നും ഇന്നു മുതൽ പ്രവർത്തനം ആയിരിക്കില്ല എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. കാരണം അതെല്ലാം റിട്ടേണിംഗ് ഓഫീസറിൻ്റെ കൈവശമായിരിക്കും, പ്രൊസീഡിംഗ് ഓഫീസറിൻ്റെ കൈവശമായിരിക്കും. ഇനി അമ്മയുടെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ ഓഫീസിൻ്റെ പ്രവർത്തനം വരെ അവരുടെ നേതൃത്വത്തിലാണ് പോകുന്നത്. അതിന് താൽക്കാലികമായി ബാബുരാജിന് ചുമതലയുണ്ട്. എന്നാൽ ഈ നിലവിലെ കമ്മിറ്റി ഇതിനെല്ലാം ഈ നേതൃത്വം നൽകുകയും ചെയ്യണം എന്നാണ് തീരുമാനിച്ചിരുന്നത്. ഈ നിലവിലെ കമ്മിറ്റി ഇതിനെല്ലാം നേതൃത്വം, ഈ ഇലക്ഷൻ പ്രക്രിയക്കെല്ലാം നേതൃത്വം നൽകണമെന്നൊരു തീരുമാനം എത്തിയിട്ടുണ്ട്. ഇനി ആരൊക്കെയാണ് സ്ഥാനാർത്ഥികൾ എന്നാണ് കണ്ടത്. ലാലേട്ടൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ആളുകളെ ആണ് ഇപ്പോൾ കണ്ടെത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ്. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ആളുകളെ കണ്ടെത്തണം. അത് യുവാക്കളിൽ നിന്നും ആളുകൾ വരണമെന്നുള്ള ശക്തമായ വാദം വരുന്നുണ്ട്. അതിന് യുവാക്കളെ സമീപിച്ചിട്ടുണ്ട്, യുവതാരങ്ങളെ സമീപിച്ചിട്ടുണ്ടെന്ന് വിവരം ലഭ്യമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൃത്യമായി തന്നെ ഒരു കഴിവുള്ള ഒരു മിടുക്കനായ ഒരാളെ എല്ലാവരും കൂടെ ചേർന്ന് സംസാരിച്ച് സെറ്റിലാവും. അത് മമ്മൂക്കായും ലാലേട്ടനും സുരേഷ് ഗോപി ചേട്ടനും എല്ലാവരും ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. ഈ ഒരു ആളെ കണ്ടെത്തുന്നതിന് അങ്ങനെ ഒരാളെ കണ്ടെത്തി ബാക്കി സ്ഥാനത്തേക്കുള്ള മത്സരം പോകും. അതോടൊപ്പം തന്നെ ഈ വനിതകൾ 4 വനിതകൾ കമ്മിറ്റിയിൽ വേണം, എക്സിക്യൂട്ടീവ് കമ്മിറ്റി വേണമെന്നുണ്ട്. കഴിഞ്ഞ തവണ ഇലക്ഷൻ നടന്നപ്പോൾ ആ വനിതകൾ വോട്ടിൻ്റെ പാർട്ടി നോക്കുമ്പോൾ പിന്നിൽ പോയി. പിഷാരടിക്കായിരുന്നു ഏറ്റവും വോട്ട് കിട്ടിയത്. പക്ഷേ പിഷാരടിക്ക് നിൽക്കാൻ പറ്റില്ല. 4 വനിതകൾ വേണമെന്നുള്ള രീതിയിലേക്ക് പോയപ്പോൾ പിന്നീട് പുറത്ത് നിന്നാണ് ജോമോളെ, അന്ന് ഇലക്ഷൻ പോലും മത്സരിക്കാത്ത ജോമോളെ പിന്നീട് കമ്മിറ്റി കൂടി തിരഞ്ഞെടുക്കുകയായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഈ വനിതകൾക്ക് ഒരു സംവരണം എന്ന നിലയിലേക്കായിരിക്കാം ഇലക്ഷൻ വരിക എന്നാണ് എനിക്ക് കിട്ടുന്ന സംവരണം. അപ്പോൾ ആ വനിതകൾ തന്നെ മത്സരിക്കുന്ന നിലയിലേക്ക് ഒരു സംവരണം വരുത്താനുള്ള ഒരു തീരുമാനമുണ്ട്. അത് ബൈലോയിൽ സംവരണം എന്നുള്ള നിലയിലേക്കില്ല, വനിത വേണമെന്ന് മാത്രമേ ബൈലോയിലുള്ളൂ. അത് ഭേദഗതിയായിട്ട് കൊണ്ടുവരാൻ പറ്റൂ. അത് റിട്ടേണിംഗ് ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസറുമാണ് ഇനി തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ വനിതകളിൽ കഴിഞ്ഞ തവണ പിഷാരടി നല്ല വോട്ട് മേടിച്ച് ജയിച്ച ഒരു വ്യക്തിയാണ്. ലാസ്റ്റ് പിഷാരടിക്ക് മാറി നിൽക്കേണ്ടതായി വന്നു. വനിതകൾ ഒരാളെ അതിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പം അത്തരമൊരു പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അത്തരമൊരു തീരുമാനം എടുക്കാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയുന്നില്ല. എന്തായാലും ഓഗസ്റ്റ് ആദ്യ വാരം താരസംഘടന അമ്മയുടെ 31 വർഷം പിന്നിടുമ്പോൾ, താരസംഘടന 31-ാം വർഷത്തിലെത്തുമ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെ പോയി. ഹേമ കമ്മിറ്റി വരികയും പിന്നീട് കമ്മിറ്റി പിരിച്ചുവിടുകയും ചില ആളുകൾക്ക് രാജിവെക്കേണ്ട നിലയിലേക്ക് പോവുകയും ചെയ്തു. ചില ആൾക്കെതിരെ കേസ് വരികയും ചെയ്തു. എന്നാൽ കേസ് പിൻവലിച്ച ആളുകളുമുണ്ട്. കേസൊന്നും ഇപ്പോൾ പിൻവലിക്കുന്ന നിലയിലേക്ക് പോയി കേസുകളൊന്നും നിലനിൽക്കാത്ത സാഹചര്യം വരുമ്പോഴും നിലവിലെ സാഹചര്യത്തിൽ ആ 31 വർഷം പിന്നിടുമ്പോൾ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധി തരണം ചെയ്താണ് മോഹൻലാൽ സ്വന്തം ആളുകളിൽ നിന്നൊന്ന് പഴി കേൾക്കേണ്ട ഒരു സാഹചര്യം മോഹൻലാലിന് ഉണ്ടായിരുന്നു. ആ പഴി കേൾക്കാൻ അതുകൊണ്ട് താൻ ഉണ്ടാകില്ല എന്ന് കൃത്യമായി പറഞ്ഞു. എന്തിനാണ് താൻ ഇങ്ങനെ പഴി കേൾക്കുന്നത് എന്ന നിലയിലേക്ക് അദ്ദേഹം തന്നെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മാറിയത്. അദ്ദേഹത്തിന് ഇതിലേക്ക് തുടരണമെന്ന് അവിടെ കൂടിയ അംഗങ്ങളെല്ലാവരും ഒറ്റ വാക്കിൽ പറഞ്ഞു, ലാലേട്ടൻ തന്നെ തുടരണം എന്ന് ലാലേട്ടൻ പറഞ്ഞു. ലാലേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ തുടരുന്നില്ല, ഞാൻ ഇതിൻ്റെ കൂടെയാണ്, ഞാൻ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് പോലും ഇരിക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. എങ്കിലും ലാലേട്ടൻ പറഞ്ഞു, ഞാൻ ഈ കമ്മിറ്റിയോടൊപ്പം ഉണ്ടാകും. മമ്മൂക്കായും അങ്ങനെ തന്നെ മാറി നിന്നപ്പോൾ ഈ കമ്മിറ്റിയോടൊപ്പം നിന്നവരാണ്. സുരേഷ് ഗോപി ചേട്ടൻ കുറേ നാളുകൾക്ക് ശേഷം ആക്റ്റീവായിട്ട് താരസംഘടനയിൽ വന്ന ഒരാളാണ്. അങ്ങനെ എല്ലാം കൈകോർത്ത് പോകുന്ന ഒരു സംഘടനയുടെ ഇലക്ഷൻ വരികയാണ്. 31 വർഷം പിന്നിടുമ്പോൾ ഒരു ഇലക്ഷൻ, ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ഇങ്ങനെ ഒരു കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ വന്നിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഓഗസ്റ്റ് മാസം ആദ്യം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു. പ്രഖ്യാപനത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ സൂചനയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ രീതിക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, JSK എന്ന സുരേഷ് ഗോപി ചിത്രവുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡ് നടത്തിയ വലിയ വിവാദങ്ങൾ, ഒരു ജാനകി എന്നൊരു പേര് മാറ്റണമെന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നിലപാടാണ്. ഒരാളുടെ പേര് മാറ്റണമെന്ന് പറയുന്ന സെൻസർ ബോർഡിൻ്റെ ഒരു തീരുമാനം ഒരു കാരണവശാലും സിനിമാ സംഘടനകൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപനം കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ സെൻസർ ഓഫീസിന് മുന്നിൽ തിങ്കളാഴ്ച സമരപ്രഖ്യാപനമുണ്ട്. അത് എല്ലാ സംഘടനകളിലും ആളുകൾ പങ്കെടുക്കുക. അത് താരസംഘടന അമ്മയിൽ നിന്ന് ഇപ്പോഴത്തെ ഹഡോക് കമ്മിറ്റിയിലുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഇവരാണ്. ബാബുരാജ് പങ്കെടുക്കുന്നുണ്ട്, സരയു പങ്കെടുക്കുന്നുണ്ട്, അൻസിബ പങ്കെടുക്കുന്നുണ്ട്, ജയൻ ചേർത്തല പങ്കെടുക്കുന്നുണ്ട്, വിനു മോഹൻ പങ്കെടുക്കുന്നുണ്ട്, സുരേഷ് കൃഷ്ണ, ഇവരാണ് ഈ കമ്മിറ്റിയിൽ നിന്ന് പോകുന്നത്. അതുകൂടാതെ തിരുവനന്തപുരത്തുള്ള മറ്റംഗങ്ങൾ ഒരു 10-30 അംഗങ്ങളും ഈ സമരത്തിൽ പങ്കെടുക്കും. അങ്ങനെ എല്ലാ സംഘടനകളും, ഫെഫ്കയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. വിനു കൃഷ്ണ ഇന്നലെ തന്നെ പറഞ്ഞു, ഫെഫ്ക നേതൃത്വം നൽകിക്കൊണ്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നത്. ആ സമരത്തിന് എല്ലാ സംഘടനകളും
എല്ലാ സംഘടനകളും പങ്കുചേർന്നുകൊണ്ടുള്ള ഒരു സെൻസർ നിയമത്തിനെതിരെ അതിശക്തമായ ഒരു സമരമാണ് തിങ്കളാഴ്ച നടത്താനിരിക്കുന്നത്. ആ സമരം വിജയത്തിൻ്റെക്ക് എത്തണം. കാരണം ഇത്തരമൊരു പ്രവണത ഒരു സിനിമയുടെ പേര് എന്ന നിലയിൽ അതിലൊരു കഥാപാത്രത്തിൻ്റെ പേര്, അങ്ങനെയാണെങ്കിൽ എത്രയോ കഥാപാത്രത്തിൻ്റെ പേരുകളാണ് സിനിമയിൽ വരുന്നത്. ഇതൊക്കെ ഈ ഒരു ജനാധിപത്യ രാജ്യത്തിൽ നടക്കാൻ കഴിയാത്തൊരു കാര്യമാണ് സെൻസർ ബോർഡിൽ നിന്നുണ്ടാകുന്നത്. സുരേഷ് ഗോപി പോലുള്ള കേന്ദ്രമന്ത്രി അഭിനയിച്ച ഒരു സിനിമയാണ്. ആ കേന്ദ്രമന്ത്രി അഭിനയിച്ച സിനിമയ്ക്ക് പോലും ഇങ്ങനെ സെൻസർ ബോർഡ് കത്രിക വെക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സെൻസർ ബോർഡിനെതിരെ ശക്തമായ സമരമായി മുന്നോട്ട് പോകാൻ സിനിമാ സംഘടന വന്നിട്ടുണ്ട്. അതിന് പൂർണ്ണ പിന്തുണ അമ്മ നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ലഭിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് ആദ്യവാരം താരസംഘടന അമ്മയുടെ പുതിയ ഭാരവാഹികളെ കണ്ടെത്താനുള്ള ഇലക്ഷൻ നടത്തുന്നു. നല്ല മത്സരം ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ സ്ഥാനത്തേക്കും മത്സരം ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. വരും ദിവസങ്ങൾ ഇതിൻ്റെ അപ്ഡേഷൻ പ്രേക്ഷകരുടെ മുമ്പിലേക്കും സിനിമാ പ്രേമികളുടെ മുമ്പിലേക്കും ഞാൻ എത്തിക്കുന്നതായിരിക്കും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.